നമസ്കാരം, ഞാൻ ഡോക്ടർ ഫാത്തിഹ സക്കീർ, ഹോമിയോപ്പതി കൺസൾട്ടന്റ്. നമ്മൾ കുട്ടികളുടെ മുഖത്ത് ഇതുപോലെ വെള്ള പാടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? പല കുട്ടികളുടെ മുഖത്ത് നമ്മളിത് കാണാറുണ്ട്. മുഖത്ത്, കവിളില്, നെറ്റിയില്, താടിയില്, കഴുത്തില്, മുതുകത്തൊക്കെ ആയിട്ട് കുട്ടികളുടെ ഇത് കാണാറുണ്ട്. ചില കുട്ടികൾക്ക് അത് അങ്ങനെ വന്ന് അതേപോലെ തന്നെ നിൽക്കും. ചില കുട്ടികൾക്ക് അത് സ്പ്രെഡ് ആവുകയും അതിൽ ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ ഇത് എന്താണ് കാരണം? ഇത് എന്തെങ്കിലും ന്യൂട്രിയൻസിന്റെ പോഷകാഹാരത്തിന്റെ കുറവാണോ? എന്ത് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്? ഹോമിയോപ്പതിയിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പോഷകാഹാരത്തിന്റെ അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ കുറവ് കൊണ്ടിട്ട് ഇതുപോലെ കുട്ടികൾക്ക് വെള്ളപ്പാടുകൾ വരാൻ ചാൻസ് ഉണ്ട്. കുട്ടികളാണ്, അവര് ഇലക്കറികളും ഫ്രൂട്ട്സും ഒന്നും അങ്ങനെ കഴിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരുന്നത് സാധാരണയാണ്. കാൽഷ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ പോലുള്ള ന്യൂട്രിയൻസിന്റെ കുറവ് മൂലമാണ് പ്രധാനമായിട്ടും ഇങ്ങനെ വെള്ളപ്പാടുകൾ വരുന്നത്. ഈ പാടുകളിനെ നമ്മൾ പിറ്റീരിയസ് ആൽബ അല്ലെങ്കിൽ ടീനിയ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഈ കുട്ടികൾക്ക് ഈ ന്യൂട്രിയൻസിന്റെ കുറവ് മൂലം വരാം. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വിരയുടെ ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ്, വേം കംപ്ലൈന്റിന്റെ ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് ഇതുപോലെ വെള്ളപ്പാടുകൾ വരുന്നത്. അതും ശരിയാണ്. വേം കംപ്ലൈന്റ് കാരണം എന്താണ്, ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് ഒന്നും എന്ത് ചെയ്യുന്ന നമ്മളെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നില്ല. അതുകൊണ്ടും എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ വെള്ളപ്പാടുകൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ. ഇപ്പൊ ഒരു മഴക്കാലമാണ് അല്ലെങ്കിൽ ഒരു തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ സ്കിൻ ഡിസീസസിലും ഇതുപോലെ വരാം. ഇപ്പം മാതാപിതാക്കൾക്ക് അലർജി, ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, കുട്ടികൾക്ക് അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇതുപോലെ സ്കിൻ ഡിസീസസ് വരാൻ ചാൻസ് ഉണ്ട്. എക്സിമ പോലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ അതിന് കുറച്ചും കൂടി വേഴ്സ് ആയിരിക്കും. കുറച്ചും കൂടി ഇച്ചിങ് ഉണ്ടായിരിക്കും, കളർ ഡിസ്കളറേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൽ നിന്നൊരു വെള്ളം പോലുള്ള ഒരു നീര് ഒലിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുക. പ്രധാനമായിട്ടും ഇങ്ങനെ സ്കിൻ ഡിസീസസ് കാരണമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചൊറിച്ചിലും ഒരു നീര് പോലെ വരുന്നതും ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. അല്ല, നമ്മൾ ആ ന്യൂട്രിയൻസിന്റെ കുറവ് കൊണ്ടിട്ടാണെങ്കിൽ അത് ഗ്രാജുവലി പതുക്കെ പതുക്കെ എന്ത് ചെയ്തോളൂ വരത്തോളൂ. എന്ന് വെച്ചാൽ ചെറിയൊരു വട്ടം പോലെ വന്നു, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നു, പിന്നെ സൈസ് കൂടുന്നു. അത് നല്ലൊരു നീണ്ട പ്രോസസ് ആയിരിക്കും. നമ്മൾ തേമൽ എന്നൊക്കെ പറയും. അപ്പം ഇതെന്തായാലും എന്താണ് കാരണം എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ ഫുഡ്സ് ആണ് അപ്പൊ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ ഇപ്പം വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, കാൽഷ്യത്തിന്റെ കുറവാണെങ്കിൽ കാൽഷ്യത്തിന്റെ കുറവിന് നമുക്ക് എന്ത് ചെയ്യാം, പാലുൽപ്പന്നങ്ങളും നല്ലതാണ്, മോര്, തൈര് പോലുള്ള ആഹാരങ്ങൾ നല്ലതാണ്. അതുപോലെ തന്നെയാണ് പച്ചക്കറികൾ കഴിക്കാം, നമ്മൾ ചെറിയ മീനുകൾ കഴിക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാം. ഇതൊക്കെ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ വൈറ്റമിൻ ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം പ്രധാനമായിട്ടും സൂര്യൻ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ഫുഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സോയാ മിൽക്ക് നല്ലൊരു വൈറ്റമിൻ ഡി സോഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് അയില പോലുള്ള മീനുകള്, അതുപോലെ ട്യൂണ ഫിഷ്, ഇതിലൊക്കെ എന്താണ് നമ്മൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയിലും വൈറ്റമിൻ ഡി ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഫുഡ്സിന്റെ കാര്യത്തിൽ ഉൾപ്പെടുത്താം. ഇനി വൈറ്റമിൻ ഇയുടെ കാര്യം പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സ് ആയപ്പം ബദാമിൽ നല്ല രീതിക്ക് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തിപ്പഴം, ഫിഗ് എന്ന് പറയത്തില്ലേ, അപ്പൊ അത്തിപ്പഴം ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് നമുക്ക് കഴിക്കാം. കടല നല്ലൊരു സോഴ്സ് ആണ്, ചീര നല്ലൊരു സോഴ്സ് ആണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ഇയും കിട്ടുന്നതാണ്. ഇങ്ങനെ ഓൾറെഡി പാടുകളുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഫുഡ്സും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നല്ല രീതിക്ക് വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ചിലപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ബോഡി എപ്പോഴും എന്ത് ചെയ്യുക, ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അതും ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോമിയോപ്പതിയിൽ ഇതിൽ എന്താണ് ചികിത്സ എന്ന് വെച്ചാൽ നമ്മൾ കുറേ മാസങ്ങളായിട്ടും ഇതുപോലെ ഇങ്ങനെ പാടുകൾ വന്നിരിക്കുന്ന കുട്ടികളിൽ നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് മെഡിസിൻസ് ഉണ്ട്. മെഡിസിൻസ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു 1-2 മാസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് ഈ പാടുകൾ നമുക്ക് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിന്റെ കുട്ടികളിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുട്ടികളിലൊക്കെ കാണുകയാണെങ്കിൽ അവരിലേക്ക് ഈ വിവരം എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.